ശബരിമലയിൽ ഇരിക്കുന്ന ചാത്തനാന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വീഡിയോയിലൊക്കെ പറഞ്ഞു ഇത് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും. ഈ ശബരിമലയിൽ എന്ന് വെച്ചാൽ ആദിവാസികളുടെ മൂർത്തിയാണ്, അത് ശാസ്താവാണ്. അത് കഴിഞ്ഞിട്ടല്ലേ ഈ പന്തളം കൊട്ടാരവും കാര്യങ്ങളൊക്കെ വന്നത്. ചാത്തനാണ് അവിടെ ഇരിക്കുന്നത്. പടയോട്ടക്കാരനില്ല, ആ സമയത്ത് ആദിവാസികളിൽ നിന്ന് പിടിച്ചെടുത്ത സാധനം. പിടിച്ചെടുത്ത് ഇവർ പന്തളം കൊട്ടാരം പറയണത് ഞങ്ങളുടെ ഏതാണെന്ന് അവർ ബോധ്യപ്പെടുത്തി. ഇതുങ്ങളൊക്കെ ചോദിക്കാൻ ചെന്ന ആദിവാസികളെയൊക്കെ കൊന്നുകളയും. ശബരിമലയിലെ നെയ്യ് അനാവശ്യമായി അവർ മറച്ചു വെക്കാണ്, അവിടുത്തെ ദേവസ്വം കച്ചവടക്കാരാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ക്ഷേത്രതന്ത്രിമാർ തൊട്ട് അതിനെ അടിച്ചു നോക്കുന്ന ആള് വരെ കട്ടും പൊടിഞ്ഞ് നശിപ്പിച്ച് വെച്ചിരിക്കുക ശബരിമല. നെയ്യ് ക്രമക്കേടുണ്ടവിടെ. നെയ്യ് ശരിക്കും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ നെയ്യ് പുറത്ത് വിൽക്കേണ്ട കാര്യങ്ങളോ ഇല്ല. വേണ്ട, അവിടെ അടിക്കുന്ന ഒരു തേങ്ങ വരെ വിൽക്കുകയാണ് അവിടെ, അറിയോ? ശബരിമലയിൽ അപ്പൊ നടക്കുന്ന മുഴുവൻ തട്ടിപ്പാണോ? കൊള്ള തട്ടിപ്പ്. ദേവസ്വമാണോ സർക്കാരാണോ പറ്റിക്കുന്നത്? രണ്ടുപേരും കൂട്ടി തീർന്നല്ലേ. ഈ ഗുരുവായൂർ ദേവസ്വത്തിന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതാ ആട്ടിയത്തല്ല. ആട്ടിയത്തെന്ന് വെച്ചാൽ ആട്ടിയത്തെന്ന് പറഞ്ഞാൽ അവർ വലിയ ആൾക്കാരാണല്ലോ, സാധാരണ ആൾക്കാർക്ക് ഒരു വിലയും കൊടുക്കാത്ത സ്ഥലം. കടമറ്റത്ത് ചാത്തനായിരിക്കുന്നത്, കടമറ്റം പള്ളിയിൽ. കടമറ്റത്ത് ചാത്തസേവ വരുന്നത്, സാത്താസേവല്ല ചാത്തസേവ. അപ്പൊ കടമുറ്റത്ത്, എറണാകുളം കടമുറ്റത്ത് പള്ളിയിൽ ഇപ്പോഴും ചാത്തൻ സേവ ഉണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ഞാനവിടെ പോകാതല്ലേ, ഒരു വലിയ നാളൊന്നും ആയിട്ടില്ല അങ്ങോട്ട്.